എന്ത് ചിപ്പി കൊറേ നേരമായില്ലോ. ടെൻഷനാണല്ലോ ഭയങ്കരമായിട്ട്. കല്യാണമായ കാരണാവൂലേ? ഇനിയിപ്പൊ ഡേറ്റ് എടുത്ത് തുടങ്ങിയില്ലേ? അതെ ചേച്ചി, കല്യാണ ക്ഷണാണ് ടാസ്ക്. ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. പക്ഷെ കൊറേ പേരൊന്നും വിട്ടുപോകാൻ പാടില്ലല്ലോ. വിട്ടുപോയ പണിയാവില്ലേ? കൊറേ പേരെ വെട്ടാനും ഉണ്ട്, ചേർക്കാനും ഉണ്ട്. അല്ല ചിപ്പി, ലിസ്റ്റ് ചേർക്കാനും ആവശ്യം കഴിഞ്ഞ് വെട്ടിക്കളയാനും നമ്മുടെ BJP-കാരെ നല്ലത്. തൃശ്ശൂർ ഇപ്പൊ എന്തൊക്കെയാ നടക്കണേ? കേരളത്തിലെ മൊത്തം അനുഭവികൾ വോട്ട് ചെയ്തിട്ടതുകൊണ്ട് നമ്മുടെ സുരേഷ് ഏട്ടൻ ജയിച്ചേ. തൃശ്ശൂർ എടുക്കുന്ന പറഞ്ഞപ്പോ കേരളം മൊത്തം വാരിക്കൂട്ടി ഒപ്പിക്കുന്ന വിചാരിച്ചേ ഇല്ല. ഇതിപ്പോ വല്ലാത്തൊരവസ്ഥയല്ലോ. ആളുടെ പടറങ്ങുമ്പോ എല്ലാവരും കൂടി ഒന്ന് ഇതുപോലെ സഹായിച്ചെങ്കിലോ. ഇനിയിപ്പോ തൃശ്ശൂരിലെ ഫ്ലാറ്റ് മൊത്തം സുരേഷ് ഏട്ടൻ വാങ്ങിക്കൂ, വോട്ട് ബാങ്കില് പൗരനിക്ഷേപം നടത്താനായിട്ട്. ഇതേ വേറെന്തോ പരിപാടിയാണ്. ഇലക്ഷൻ റിസൾട്ട് വന്ന അന്ന് മുതല് പാവൻ സുനിലേട്ടൻ പറയുന്നുണ്ട് സുരേഷ് ഏട്ടന് വേണ്ടിയാണ് തൃശ്ശൂർ പൂരം വരെ കലക്കിയതെന്ന്. ഒന്നും പറയാനില്ല. ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊരു അല്ല, ഇതൊക്കെ ഇങ്ങനെ പോയ എവിടെയാണ് എത്തുക? ഒരേ വിലാസത്തിൽ തന്നെ 9 വോട്ടർമാരെ കൂടി ചേർത്തുന്ന്. എല്ലാ കണക്കും പുറത്തു വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാവും എന്തോ. ഫ്ലാറ്റ് അസോസിയേഷൻ മീറ്റിംഗ് ഒന്നല്ലല്ലോ ആരും അറിയാതിരിക്കാൻ. അല്ല, അതിലാളുകൾ പരസ്പരം അറിയാതിരിക്കൂ? അയൽവക്കത്ത് ആറ്റം ബോംബിട്ടാലും അറിയാത്ത ടീംസ് അല്ല സ്വാഭാവികം. അല്ല ചേച്ചി, സുരേഷ് ഏട്ടൻ മാധ്യമങ്ങളോട് സഹായിച്ചല്ലോ, നന്ദി എന്നൊക്കെ പറഞ്ഞല്ലോ. നാഷണൽ ലെവൽ ട്രെൻഡിങ് ആയ കാരനാണോ അതോ പ്രജാ താല്പര്യാണോ? ഇനി എന്താവും നോക്കാം. നമുക്ക് അവസാനം വരെ കാത്തിരിക്കാം.